allow warm water to spread eastward, suppressing upwelling of cold water. നമസ്കാരം, ഞാൻ സന്തോഷ് ആലപ്പാട്. നമ്മുടെ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 3 പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ, അതിലൊന്ന് എൽനിന എന്ന് പറയും, രണ്ടാമത്തേത് ലാനിന, മൂന്നാമത്തേത് മാഗ്നിറ്റിഫയറിൽ സംഭവിക്കുന്ന ടെമ്പറേച്ചർ വ്യതിയാനങ്ങൾ. ഇന്ന് നമുക്ക് എൽനിനയെക്കുറിച്ച് പറയാം. എൽനിനൻ്റെ മറുപേരാണ് ആൺകുട്ടി. കാരണം ചൂടിൻ്റെ അധിപനാണ് ആണ്. അതുകൊണ്ട് ചൂട് കൂടിയ എൽനിനയെ നമുക്ക് ആൺകുട്ടി അല്ലെങ്കിൽ എൽനിന എന്ന് വിളിക്കാം. സത്യത്തിൽ എന്താണ് എൽനിന? നമ്മുടെ ശാന്ത സമുദ്രത്തിൽ, അതായത് പസഫിക് ഓഷനിൽ കടന്നു പോകുന്ന ട്രേഡ് വിങ്, വാണിജ്യവാദങ്ങൾ, അതിൽ സംഭവിക്കുന്ന കാറ്റിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് നമ്മുടെ ഭൂമിയിൽ ചൂട് കൂടുന്ന ഒരവസ്ഥയാണ് ഈ എൽനിന പ്രതിഭാസം നടത്തുന്നത്. അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ വാണിജ്യവാദങ്ങൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു 30 to 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റെക്കോർഡ് ചെയ്യും പോകുന്ന സ്ഥലങ്ങളിൽ. ഇനി അതിലും പതുക്കനെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു 40 to 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് പ്രതിഫലിക്കും. ഇനി ഒട്ടും കടന്നു പോകുന്നില്ലെങ്കിൽ അത് 50 to 60ലേക്കും വരും. കാലക്രമേണ നമ്മുടെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് 70 to 80 ഡിഗ്രി ചൂടാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വാണിജ്യവാദങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. ഈ വാണിജ്യവാദങ്ങൾ കടന്നു പോകുമ്പോൾ പസഫിക് ഓഷ്യൻ ചൂട് കൂടുന്നു. അത് ഗ്ലോബലി ബാധിച്ച് ഈ കേരളം, ഇന്ത്യ, ഏഷ്യ അല്ലെങ്കിൽ ഗ്ലോബലി ഈ ഭൂമിയെ ചൂടാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി ചുട്ടുപൊള്ളും. നമ്മുടെ ചൊവ്വ മാറി വരണ്ട ഭൂമി പോലെ ആയതുപോലെ നമ്മുടെ ഈ കേരളവും നമ്മുടെ ഇന്ത്യയും ചുട്ടുപൊള്ളി വരണ്ടു പോകും. ഇതിൽ നമ്മൾ മനുഷ്യർക്ക് കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. സാക്രിഫൈസ്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ, എൽനിന കടന്നു പോകുന്ന ഈ സമയങ്ങളിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. 11 മണി തുടങ്ങി 3 മണി വരെ നിങ്ങൾ വെളിയിൽ പോകരുത്. പോയാലും എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എടുത്തോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ചൂടിൽ വെന്ത് നീറും. 1 കൊല്ലം കൂടി നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ ഇത് പറയാൻ പറ്റത്തില്ല. മഴക്കാലമായ ജൂണിലോ ജൂലൈയിലോ ഇത് വീണ്ടും സംഭവിച്ചു എന്ന് വരും. അതുകൊണ്ട് ടേക്ക് കെയർ.